കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ കൺവെൻഷൻ്റെ ഫസ്റ്റ് സോണൽ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ബിസിനസ് പരമായ നിരവധി വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുവാനുള്ള ഈ വേദിയെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ എല്ലാവരും നോക്കിക്കണ്ടുകൊണ്ട് പൂർണ്ണ സഹകരണത്തോടുകൂടി ഈ കൺവെൻഷൻ വിജയിപ്പിക്കണമെന്ന ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആദ്യ സോണൽ ജില്ലാ കൺവെൻഷൻ്റെ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ കമാലുദ്ദീനെ ആദരപൂർവ്വം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ക്ഷണിക്കുകയാണ്. 14ാം ജില്ലാ കൺവെൻഷൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ 2 സോണൽ മീറ്റിംഗായിട്ട് നടക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സോണൽ മീറ്റിംഗ് ഇന്ന് കാരേറ്റ് കാർത്തിക റെസിഡൻഷ്യൽ നടക്കുകയാണ്. ഇതിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് സിവയുടെ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരുടെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പതാക ഉയർത്തുകയാണ്. സംഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാം നന്നായ രീതിയിൽ ബിസിനസ്സിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സേഫായ ഒരു സ്ഥാനമാണ് കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന കേരള വിഷൻ. ആ നിലയ്ക്ക് എല്ലാവരും എല്ലാ സഹകരണത്തോടും പ്രവർത്തിച്ച് ഈ സംഘടനയെയും ഈ ബിസിനസ്സിനെയും ഡെവലപ്പ് ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ഈ കൺവെൻഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതിനേക്ക് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനെ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സംസ്ഥാന കൺവെൻഷൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന് പോയിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ ആ കൺവെൻഷന് ആതിഥ്യമരുളുവാനും അത് നടത്തുവാനും അതിൻ്റെ മുൻകൈയിൽ എടുത്ത് പ്രവർത്തിച്ച നേതാക്കന്മാരാണ് ഈ വേദിയിലിരിക്കുന്ന ആളുകൾ. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉള്ളതുകൊണ്ടാണ് അവർക്കത് കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ സംഘടനയുടെ സംസ്ഥാന കൺവെൻഷൻ മികച്ച രീതിയിൽ വിജയിപ്പിക്കുവാനും നടത്തുവാനും നിങ്ങൾ തന്നിട്ടുള്ള നിസ്സീമമായ സഹകരണത്തിനും സ്നേഹത്തിനും ആദ്യമായി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി അറിയിക്കുകയാണ്. സംസ്ഥാന കൺവെൻഷന് ശേഷം ഏതാണ്ട് 10 ദിവസത്തിനുള്ളിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ സോണൽ കൺവെൻഷൻ നടക്കുന്നത്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ജില്ലാ കൺവെൻഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുവാൻ കിട്ടിയിട്ടുള്ളൂ എന്നും എനിക്കറിയാം. എങ്കിൽ പോലും
ഇന്ന് സംസ്ഥാനത്ത് തിരുവനന്തപുരത്തെ ഈ കൺവെൻഷനോട് കൂടിയാണ് ജില്ലാ കൺവെൻഷനുകൾക്ക് തുടക്കം കുറിക്കുന്നത്. അതിനുവേണ്ട മുന്നൊരുക്കങ്ങളും വളരെ ഭംഗിയായി നിങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, നമ്മൾ മത്സരിക്കുന്നത് ആരോടാണ്, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ട് നിങ്ങളിനി മനസ്സിലാക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ അനുദിനം മാറുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന, രാജ്യത്തിനകത്തെയും പുറത്തെയും വലിയ കോർപ്പറേറ്റഡ് കമ്പനികളോട് മത്സരിക്കുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ പോരാട്ടത്തിലെ, നമ്മുടെ യുദ്ധമുന്നണിയിലെ ഏറ്റവും വലിയ ആയുധമാണ് നമ്മുടെ സംഘടന എന്ന് പറയുന്നത്. നമ്മുടെ സംഘടനയുടെ കരുത്തിലും നമ്മുടെ സംഘടനയുടെ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് നമുക്കിന്ന് ഈ കാണുന്ന നേട്ടങ്ങളെല്ലാം ഇന്ന് രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനികളായി നമ്മുടെ കമ്പനികളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതുൾപ്പെടെയുള്ള നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ സംഘടനയുടെ കരുത്തിലൊന്നു മാത്രമാണ്. നമ്മുടെ എതിരാളികൾക്കില്ലാത്തതും നമുക്കുള്ളതും നമ്മുടെ സംഘടനയുടെ പിൻബലമാണ്, അതിൻ്റെ തണലാണ്, അതിൻ്റെ കരുത്താണ്. അതിനെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള നമ്മുടെ ചിട്ടയായ, കെട്ടുറപ്പോടുകൂടിയുള്ള, അച്ചടക്കത്തോടുകൂടിയുള്ള സംഘടനാ പ്രവർത്തന പാരമ്പര്യമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നമ്മൾ നാളിതുവരെ നടത്തിയിട്ടില്ല, ഇനി മുമ്പോട്ടും നടത്തിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇപ്പം നിങ്ങൾക്കറിയാം, ഏതാണ്ട് 4000-ഓളം വരുന്ന നമ്മുടെ അംഗങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന, വിവിധ ജാതി മത വർഗ വർണ്ണ മേഖലകളിൽ നിന്നും വരുന്ന, വിവിധമായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കാഴ്ചപ്പാടുകളുള്ള ആളുകളാണ്. പക്ഷെ അവരെല്ലാം നമ്മുടെ സംഘടനയുടെ ഭാഗമായി കഴിഞ്ഞാൽ, നമ്മുടെ സംഘടനയുടെ അംഗമായി കഴിഞ്ഞാൽ, നമ്മുടെ സംഘടനയുടെ പറയുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ഈ സംഘടനയ്ക്ക് വിധേയമായി അവരുടെ മറ്റെല്ലാ താല്പര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംസ്കാരം അനുസരിക്കുന്നത് കൊണ്ടും അനുവർത്തിക്കുന്നത് കൊണ്ടുമാണ് നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, കേരളത്തിലെ ഒന്നാമത്തെയും രാജ്യത്തെ മികച്ച 10 കമ്പനികളിൽ ഉൾപ്പെടുന്നതുമായ കമ്പനികളുടെ ഉടമകളായി ഇരിക്കുവാൻ കഴിയുന്നത്. ആ സംഘടനാ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന ഈ സോണൽ കൺവെൻഷൻ. എല്ലാ കൃത്യമായ 2 വർഷ കാലയളവിലും നമ്മുടെ സംഘടനയുടെ സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു തീരുമാനമെടുക്കുന്ന സംഘടനാ സമ്മേളനങ്ങൾ താഴെത്തട്ട് മുതൽ, മേഖലകൾ മുതൽ ജില്ലകൾ പൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനം ഓരോ 2 വർഷവും നടക്കും. ആ 2 വർഷത്തിനിടയ്ക്കത്തെ 1 വർഷത്തെ ഇടവേളയിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന സംസ്ഥാന കൺവെൻഷൻ ചേരാറുണ്ട്. നമ്മുടെ കൺവെൻഷൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയാവണം, നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ നിലപാടുകൾ എങ്ങനെയാവണം, വർത്തമാനകാല സാഹചര്യത്തിലെ വിഷയങ്ങളെ എങ്ങനെയാണ് നാം നോക്കിക്കാണേണ്ടത്, എങ്ങനെയാണ് നാം അതിന് പരിഹാരം കാണേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായ ചർച്ചകളും റിപ്പോർട്ടിങ്ങും ചർച്ചകളും നടക്കുന്ന വേദികളാണ് നമ്മുടെ കൺവെൻഷനുകൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം തിരുവനന്തപുരത്ത് വെച്ച്
കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടുന്ന ഏതാണ്ട് 356 അംഗങ്ങൾ പങ്കെടുത്ത സംസ്ഥാന കൺവെൻഷൻ നടക്കുന്നത്. ആ സംസ്ഥാന കൺവെൻഷനിൽ ഏതാണ്ട് 2 മണിക്കൂറോളം സമയമെടുത്തിട്ടാണ് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചും അതേപോലെ തന്നെ നമ്മുടെ സംരംഭക സംവിധാനങ്ങളായിട്ടുള്ള KCCL, KVBL, KCBL, കേരള വിഷൻ ന്യൂസ്, സിഡ്കോ അടക്കമുള്ള സംരംഭക കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമുള്ള വിശദമായ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ആ റിപ്പോർട്ടിൽ ഏതാണ്ട് 4 മണിക്കൂർ സമയമെടുത്ത് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കങ്ങളെ സംബന്ധിച്ച് ഈ 356 അംഗങ്ങളും പങ്കെടുക്കുന്ന വിശദമായ ചർച്ച ഉണ്ടായി. അതിനുശേഷം ആ ചർച്ചയ്ക്കുള്ള മറുപടിയോടുകൂടിയാണ് സംസ്ഥാന കൺവെൻഷൻ പൂർത്തീകരിക്കുന്നത്. ആ സംസ്ഥാന കൺവെൻഷൻ്റെ റിപ്പോർട്ടിങ്ങും അതേപോലെ തന്നെ നിങ്ങളുടെ ജില്ലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ രീതിയിലുള്ള സംഘടനാ റിപ്പോർട്ടും ജില്ലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സംരംഭക കൂട്ടായ്മകളുണ്ടെങ്കിൽ അവയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമുള്ള വിശദമായ റിപ്പോർട്ടിംഗ് ഉൾപ്പെടെ സംസ്ഥാന കൺവെൻഷൻ്റെ അതേ പ്രൊസീജിയറുകൾ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ജില്ലാ സോണൽ കൺവെൻഷനുകൾ ചേരുന്നത്. ഈ കൺവെൻഷനും അങ്ങനെയാണ് ചേരുക. ഇപ്പം ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 ദിവസം ചേർന്ന സംസ്ഥാന കൺവെൻഷൻ്റെ പൂർണ്ണമായ റിപ്പോർട്ടിംഗ് 1 മണിക്കൂർ സമയം വരുന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അതേപോലെ അവതരിപ്പിച്ചു പോവുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടിംഗ് ആവും എല്ലാ സോണൽ കൺവെൻഷനുകളിലും ഉദ്ഘാടന പ്രസംഗത്തിനോടനുബന്ധിച്ച് ഉദ്ഘാടനം നടത്തുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നിങ്ങളുടെ ലെറ്റർ പാഡിൽ നിങ്ങളത് നോട്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ജില്ലാ റിപ്പോർട്ടിങ്ങിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും ചേർത്ത് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന സെക്ഷനിൽ അതിന് ചുമതലപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് നൽകും. അതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പം നമ്മുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം 2024 മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോട് വെച്ചാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം ചേരുന്നത്. ആ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് അടുത്ത 2 വർഷത്തേക്ക് വേണ്ടുന്ന ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. ആ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഞാൻ സംസ്ഥാന പ്രസിഡന്റും തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ശ്രീ PB സുരേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ആയിക്കൊണ്ടുള്ള പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരുന്നത്. ആ സംസ്ഥാന കമ്മിറ്റി ചുമതലയേറ്റതിന് ശേഷം പ്രാഥമികമായി ആദ്യമേ തന്നെ നടത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സംസ്ഥാന കമ്മിറ്റി പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന തലത്തിലെ സംരംഭക കൂട്ടായ്മകളുടെ ഭാരവാഹികൾക്കും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമായി 2 ദിവസത്തെ ഒരു നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. വിഷൻ 360 എന്ന് പേരിട്ട ആ ക്യാമ്പ് കൊച്ചിയിൽ ബൊൾഗാട്ടി പാലസിൽ വെച്ച് 2 ദിവസം സംഘടിപ്പിക്കുകയുണ്ടായി. ആ വിഷൻ 360 എന്ന് പറയുന്ന ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്, നമുക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവുക എന്നുള്ളതാണ്. 360 എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന്റെ വീക്ഷണം എന്ന് പറയുന്നത്, നിങ്ങളെല്ലാം ആ ക്യാമ്പിന്റെ ഭാഗമായി പിന്നീട് വന്നിട്ടുള്ള ആളുകളാണ് അല്ലേ വന്നിട്ടുണ്ട്. ഈ 360 എന്താന്നുള്ളത് അന്ന് അവർ പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞു. ഒന്നുകൂടെ പറയാം. 360 എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്, സാധാരണ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന 90 ഡിഗ്രി ആംഗിളിലാണ്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയേ വരുള്ളൂ, ഇല്ലേ? നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് എൻ്റെ സൈഡ് കാണാൻ കഴിയില്ല, എനിക്ക് എൻ്റെ പുറകിൽ സംഭവിക്കുന്ന അറിയാൻ കഴിയില്ല.
ഈ 90 ഡിഗ്രിയിലാണ് നമ്മുടെ എല്ലാ വീക്ഷണം. നമ്മുടെ മുമ്പിലുള്ളതിനെ മാത്രം നമ്മൾ കണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം 90 ഡിഗ്രി എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ നമ്മുടെ വശങ്ങളിലേക്ക് കൂടി ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഇടതുവശത്തേക്കും ഞാൻ എൻ്റെ വലതുവശത്തേക്കും കൂടി ശ്രദ്ധിക്കുമ്പോൾ അത് 180 ഡിഗ്രി ആയി. എന്ന് പറഞ്ഞാൽ എൻ്റെ സമീപത്ത് നടക്കുന്നതിനെ കൂടി ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഞാൻ എൻ്റെ പുറകിൽ സംഭവിക്കുന്നത് കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊന്ന് പുറകോട്ട് കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാഴ്ച 360 ഡിഗ്രി ആവും. അതാണ് വിഷൻ 360 എന്ന ക്യാപ്ഷന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് നോക്കി മാത്രം നടക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് അർത്ഥം. നമ്മുടെ വശങ്ങളിലേക്ക് കൂടി മാത്രമല്ല, നമ്മളുടെ പിറകിലേക്ക് കൂടി നോക്കേണ്ട സമയമായി. കാരണം അങ്ങനെ ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതിന് പ്രത്യേക പല കാരണങ്ങളുണ്ട്. നമ്മുടെ പ്രായം പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളുടെ ബിസിനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളുടെ ആരോഗ്യം പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ ഭാവി സാധ്യതകൾ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ ഇത്തരം വിവിധ വിഷയങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇല്ലാത്തത് നമ്മളെ തേടിയെത്തുമ്പോൾ നമ്മൾ നിലനിൽക്കുന്ന മേഖലയിൽ നിലനിൽക്കുവാനും പുതിയ സാധ്യതകൾ കണ്ടെത്തുവാനും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടന ആരംഭിക്കുന്നത്. അങ്ങനെ സംസ്ഥാന തലത്തിൽ ആരംഭിച്ച ട്രെയിനിങ് പ്രോഗ്രാം പിന്നീട് 14 ജില്ലകളിലെയും ജില്ലാ നേതൃത്വത്തിനായി സംഘടിപ്പിക്കുകയും അതിനുശേഷം സംസ്ഥാനത്തൊട്ടാകെ 30ഓളം മേഖലാ ട്രെയിനിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അങ്ങനെ ഏതാണ്ട് 45ഓളം ട്രെയിനിങ് ക്യാമ്പുകൾ സംസ്ഥാനത്തൊട്ടാകെ സംഘടിപ്പിക്കുകയും അതിലേതാണ്ട് 2400ഓളം ആളുകൾ നേരിട്ട് പങ്കാളികളാവുകയും ചെയ്തു. നമ്മുടെ സംഘടനയുടെ കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസ്ഥാന തലത്തിൽ ഇത്തരത്തിൽ ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതോടുകൂടിയായിരുന്നു നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആരംഭിച്ചതിന് ശേഷം പിന്നീട് ആ ക്യാമ്പിൽ നമ്മൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം 4 കാര്യങ്ങളാണ് ആ ക്യാമ്പിൽ നമ്മൾ സൂചിപ്പിച്ചു പോയത്. ആ 4 കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങൾ. അതിലൊന്ന് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിട്ടുള്ള അവയർനെസ് ആയിരുന്നു. നമ്മുടെ സംഘടനാ പ്രവർത്തനം എങ്ങനെ കൊണ്ടുപോകണം, നമ്മുടെ സംഘടനയുടെ ആവശ്യകത എന്താണ്, നമ്മളൊരു മികച്ച സംഘാടകൻ, ഒരു നേതാവ് എങ്ങനെയാകാം, ഒരു മികച്ച സംഘാടകൻ എങ്ങനെയാവാം, ഒരു മികച്ച പ്രവർത്തകൻ എങ്ങനെയാവാം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള കൃത്യമായ ഒരു അവയർനെസ് ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ക്ലസ്റ്റർ എന്ന് പറയുന്ന ആശയമാണ്. ആ ക്യാമ്പിലടക്കം ഈ സംസ്ഥാന കൺവെൻഷനിൽ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് ക്ലസ്റ്റർ തന്നെയാണ്. ഒരു ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഒരു ക്ലസ്റ്റർ രൂപീകരിക്കണം, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സെക്ഷനായിരുന്നു രണ്ടാമതുണ്ടായിരുന്നത്. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് GSTയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സാമ്പത്തികപരമായി നിങ്ങളുടെ ബിസിനസ് സംവിധാനങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് പ്രൊഫഷണലായി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, അനിവാര്യമായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായി, നിയമങ്ങൾക്കനുസൃതമായി, നിയമപരമായി എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അവയർനെസ് ആയിരുന്നു. നാലാമത് ലോകത്തെ ഏറ്റവും അധികം മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു മേഖലയെ സംബന്ധിച്ചിട്ടുള്ള അവയർനെസ് പകർന്നു നൽകുകയായിരുന്നു. AI സംബന്ധിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സംബന്ധിച്ച്. അപ്പോൾ ഒരു സംഘടന, ആ സംഘടനയുടെ താഴെത്തട്ടിലെ പ്രവർത്തകരെ ഏതൊക്കെ കാര്യങ്ങളിലാണോ അലേർട്ടായി നിൽക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളിലാണോ ബോധവൽക്കരിക്കേണ്ടത്, ആ തലങ്ങളിലാണ് ആ ട്രെയിനിങ് ക്യാമ്പുകൾ ആസൂത്രണം ചെയ്തത്. അതിലാണ് നമ്മുടെ സംഘടനയുടെ 3 അംഗങ്ങളും ഈ മുഴുവൻ ട്രെയിനിങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ ലെവലാണ്.
അതുകൊണ്ട് തന്നെ വിഷൻ 360 എന്ന കൺസെപ്റ്റിൽ നിന്നും ഈ വർഷം സംഘടനയുടെ പുതിയ ഒരു കൺസെപ്റ്റ് നമ്മൾ അവതരിപ്പിച്ചു. കഴിഞ്ഞ സംസ്ഥാന കൺവെൻഷനിൽ മിഷൻ 2025 എന്നുള്ള കൺസെപ്റ്റ്. വിഷൻ 360യിൽ നിന്നും മിഷൻ 25ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പൊ നമ്മൾ എന്താണോ കഴിഞ്ഞ ഒരു വർഷം നിങ്ങളെ പഠിപ്പിച്ചത്, അതിനെ ഈ അടുത്ത ഒരു വർഷം കൊണ്ട് അതിന്റെ ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്, എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ആ ട്രെയിനിങ്ങുകൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. വളരെ നല്ല മനോഹരമായ ഒരു ക്ലസ്റ്റർ യൂണിറ്റ്, കൃത്യ സ്ഥലത്തിന്റെ പേര് ആറ്റിങ്ങൽ അല്ലെ, ആറ്റിങ്ങൽ വെച്ചിട്ട് ആറ്റിങ്ങൽ വെച്ചിട്ട് CNX എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ അതിന് നല്ല ഒരു കയ്യടി ആ ക്ലസ്റ്ററിന്റെ ആളുകൾക്ക് നിങ്ങൾ നൽകണം. വളരെ പ്രൊഫഷണലായി മികച്ച രീതിയിൽ അതിന് ആരംഭം കുറിക്കുവാൻ അതിന്റെ ഭാരവാഹികൾക്ക്, അതിന്റെ MD ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊരു മാതൃകയാക്കി മാറ്റണമെന്നാണ് ഈ സോണൽ കൺവെൻഷനിൽ എനിക്ക് നിങ്ങളോട് വയ്ക്കാനുള്ള എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം പത്തനംതിട്ട ജില്ലയിൽ 2 എണ്ണം, പിന്നീട് തെക്കൻ ജില്ലകളിലൊക്കെ പുതിയ പുതിയ ക്ലസ്റ്റർ യൂണിറ്റുകൾ രൂപവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു കാര്യം ഞാൻ നിസ്സംശയം പറയാം, നമ്മളുടെ നിലനിൽപ്പ് ക്ലസ്റ്ററുകളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട. കാരണം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടു വരും. അപ്പൊ അതിനൊരു മികച്ച തുടക്കം കുറിക്കാൻ തിരുവനന്തപുരത്തിന് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യം തന്നെയാണ്. പിന്നീട് ഇനിയിപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് നമ്മൾ നേരിടാൻ പോകുന്ന 2 പ്രശ്നങ്ങൾ, അതിലൊന്ന് വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം KSEBയുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ സംഘടനയുടെ രൂപവൽക്കരണ കാലത്തോളം പഴക്കമുണ്ട്. എന്ന് പറഞ്ഞാൽ 30 വർഷത്തോളം തന്നെ പഴക്കമുള്ളത് കുട്ടിക്കും. 1990കളിലാണ് കേരളത്തിൽ കേബിൾ TV എന്ന് പറയുന്ന വ്യവസായം ആരംഭിക്കുന്നത്. അതിനുശേഷം 3-4 വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് സംഘടന COA എന്ന് പറയുന്ന സംഘടനയുടെ രൂപവൽക്കരണവും അതിൻ്റെ സംഘടനാ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഏതാണ്ട് അന്നു മുതൽ നമ്മളെ സംബന്ധിച്ച് 1992ലാണ് ACVയുടെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നത്. ആ സമയത്ത് K. കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്, ശ്രീ കടവൂർ ശിവദാസൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ACVക്ക് ഒരു പോസ്റ്റിൽ 1 രൂപ നിരക്കിൽ വൈദ്യുതി പോസ്റ്റുകളിൽ കേബിൾ TVക്ക് ആവശ്യമുള്ള ഫൈബറുകൾ, അല്ല അന്ന് RF ഫൈബറുകൾ വലിക്കുന്നതിനുള്ള അനുമതി നൽകുന്നത്. അന്നു മുതൽ നമ്മൾ തുടങ്ങിയ സംഘടനാപരവും നിയമപരവുമായ പോരാട്ടമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ ആവശ്യം സർക്കാരിന്റെ മുമ്പിലേക്ക് ആവശ്യപ്പെട്ടപ്പോൾ 1 രൂപ എന്നുള്ളത് 17 രൂപയാക്കി ഉയർത്തി. പിന്നീട് അത് 58 രൂപയായി. പിന്നീട് അതിപ്പോൾ ഏത് തുകയിലാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ നാളിതുവരെ അതിനുശേഷം കടന്നു വന്നിട്ടുള്ള കടവൂർ ശിവദാസൻ വന്നു, ആര്യാടൻ വന്നു, അതിനുശേഷം MM മണി വന്നു, അങ്ങനെ വിവിധങ്ങളായ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പല വകുപ്പിലും പല മുന്നണിയിലും പല കക്ഷികളിലും പെട്ട ആളുകൾ വന്നിട്ടും ശാശ്വതമായൊരു പരിഹാരം ഇപ്പോഴും അതിനുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തീർത്തും ജിയോയോടൊരു സമീപനം കൈക്കൊള്ളുമ്പോൾ, BSNL എക്സ്ക്ലൂസീവ് എടുത്ത് നിൽക്കുന്ന ഓപ്പറേറ്റർമാരുടെ ഒരു സമീപനം കൈക്കൊള്ളുമ്പോൾ, കേരളത്തിൽ ഏറ്റവും അധികം ഈ മേഖലയിൽ ആളുകൾക്ക് ഏതാണ്ട് 50,000-ഓളം വരുന്ന ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകുന്ന, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനവിഭാഗങ്ങളിലടക്കം ഇന്റർനെറ്റ് സേവനമെത്തിക്കുന്ന, കേരളത്തിൽ ഏറ്റവും അധികം കേബിൾ TV കണക്ഷനുകളുള്ള, ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനിയുടെ ഭാഗമായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് ചിറ്റമ്മ നയമാണ് KSEBക്ക് ഇപ്പോഴും.
ഓരോ പോസ്റ്റും ചുണ്ണാമ്പ് തൊട്ട് എണ്ണി പണം വാങ്ങിക്കുന്നത് പോരാഞ്ഞിട്ട് ഒരു പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ ഫൈബറുകൾ വലിക്കുന്നുണ്ടെങ്കിൽ അതിന് അധിക വാടക വേണമെന്നുള്ളതും, അതോടൊപ്പം കേബിൾ ടി വിക്കും ബ്രോഡ്ബാൻഡിനും പ്രത്യേകം വാടക വേണമെന്നുള്ള വിചിത്രമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഒക്കെ പല രീതിയിൽ ശ്രമിച്ചിട്ടും ശാശ്വതമായൊരു പരിഹാരം കാണാൻ ഈ മേഖലയിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ പിടിവാശിയും അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നിലപാടിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. നിലവിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയ ശല്യമില്ലാതെ നിൽക്കുന്നത്. എങ്കിലും ഇപ്പോഴും അതിന് ശാശ്വതമായൊരു പരിഹാരം കാണുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് ഒരു വശത്ത് ഡെമോക്രസിന്റെ വാളുപോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന വർത്തമാനകാല സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടാമത്, ഈ കഴിഞ്ഞ നവംബർ 14 ഇന്ത്യയിൽ ഒരു വലിയ, നമ്മളെ ബാധിക്കുന്ന ഒരു വലിയ കാര്യം സംഭവിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായ വാൾട്ട് ഡിസ്നിയും അതേപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പായ റിലയൻസ് എന്റർടൈൻമെന്റും ഒരുമിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതാണ്ട് 48% വരുന്ന ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിലെ ഷെയർ ഒരു കമ്പനിയുടെ മാത്രം ഭാഗമായി മാറി. ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 4 ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പുകളാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. ഒന്ന് റിലയൻസ് ഡിസ്നി ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ്. ടോട്ടൽ മാർക്കറ്റിന്റെ 48% അവരുടെ കയ്യിൽ മാത്രമാണ്. 26% സി ഗ്രൂപ്പിന്റെ കയ്യിലാണ്. 18% സോണി എന്റർടൈൻമെന്റ് ആണ്. 9% സൺ നെറ്റ്വർക്കാണ്. പിന്നെ ബാക്കി ചില ഗ്രൂപ്പുകളെല്ലാം കൂടി വീതം വെച്ചെടുക്കും. എന്ന് പറഞ്ഞാൽ പകുതിയിലേറെ മാർക്കറ്റ് ഷെയർ ഒരു കമ്പനിയുടെ, റിലയൻസിന്റെ ഉടമയായ അംബാനിയുടേതായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങളടക്കം കാണാൻ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 460ഓളം ചാനലുകൾ സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. വിവിധ ഭാഷകളിൽ, വിവിധ വാർത്താ ചാനലുകളായും എന്റർടൈൻമെന്റ് ചാനലുകളായും സ്പോർട്സ് ചാനലുകളായും ഒക്കെ ഇന്ത്യയിലാകമാനം ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിലേതാണ്ട് ആളുകൾ ഇഷ്ടപ്പെടുന്ന 100 ചാനലുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതാണ്ട് 1/3 ചാനലുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരൊറ്റ കമ്പനിയാണ്. ആ ചാനലുകൾക്കകത്ത് ഞാനും നിങ്ങളും കാണാൻ ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പ് ഉണ്ട്, ചാമ്പ്യൻസ് ട്രോഫി ഉണ്ട്, 2020 വേൾഡ് കപ്പ് ഉണ്ട്, IPL ഉണ്ട്. പിന്നെ നടക്കാൻ പോകുന്ന സോക്കർ മത്സരങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ബൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും വലിയ എതിരാളിയായിട്ടുള്ള ജിയോ കൈകാര്യം ചെയ്യുന്ന റിലയൻസ് ഗ്രൂപ്പാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ അപകടം. OTTയിലും തന്നെ ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാർ ഒരുമിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബിസിനസ് രംഗത്ത് നമ്മൾ വലിയ ശക്തമായ മത്സരത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച KSEB പോലുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ മറ്റൊരു തലത്തിൽ നിൽക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും മറ്റൊരു പ്രതിസന്ധി കൂടി നമ്മൾ നേരിടുന്നുണ്ട്. കേബിൾ TV രംഗത്തെ വളർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ നാമമാത്രമാണ്. കാലക്രമേണ കേബിൾ TV എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് സാധ്യത അതിവിദൂരതയിലല്ലാതെ ഇല്ലാതെ വരുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ
കേബിൾ ടി വി മേഖലയിൽ വളർച്ച രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു കമ്പനി കേരള വിഷൻ മാത്രമാണ്. ഒരേ ഒരു കമ്പനി. ബാക്കി ഇന്ത്യയിലെ വൻകിട കമ്പനികളെല്ലാം GTPL ആയിക്കോട്ടെ, ഹാത്വേ ആയിക്കോട്ടെ, ഡെൻ ആയിക്കോട്ടെ, സിറ്റി ആയിക്കോട്ടെ, സുമംഗലി ആയിക്കോട്ടെ, എല്ലാ നെറ്റ്വർക്കുകളിലും കേബിൾ ടി വി കണക്ഷനുകൾ കുറഞ്ഞപ്പോൾ കൊച്ചു കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷനിൽ മാത്രമാണ് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഗ്രോത്ത് അല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ കണക്ടിവിറ്റിയിൽ വന്നിട്ടുള്ള വളർച്ച അല്ലാതെ, മറിച്ച് നമ്മളിലേക്ക് മറ്റു കമ്പനികളിൽ പ്രവർത്തിക്കുന്ന, അത് ACVയിൽ നിന്നും ഡെന്നിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് കമ്പനിയിൽ നിന്നും ഒക്കെ ആളുകൾ, ഓപ്പറേറ്റർമാർ മൈഗ്രേറ്റ് ചെയ്തത് കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള വളർച്ചയാണ്. മനസ്സിലായോ? ഇപ്പൊ യഥാർത്ഥത്തിൽ കേബിൾ ടി വിയുടെ വളർച്ച അവസാനിച്ചു. ആ യാഥാർത്ഥ്യം മനസ്സിൽ ഉൾക്കൊണ്ടേ പറ്റൂ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരുടെയും നെറ്റ്വർക്കുകളിൽ എനിക്ക് കേബിൾ ടി വിയിലേക്ക് കണക്ഷനുകൾ കൂടുന്നുണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാവോ? എനിക്ക് കേബിൾ ടി വി കണക്ഷനുകൾ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഉണ്ടോ? ഇല്ലല്ലോ. ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, കൊഴിയുകയല്ലേ. പോയ ഒരു കണക്ഷനെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല, വരില്ല, പ്രതീക്ഷിക്കണ്ട. കാരണം അത് കാലത്തിന്റെ മാറ്റമാണ്. കാലത്തിന്റെ മാറ്റത്തെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അത് തലമുറയുടെ മാറ്റമാണ്, ടെക്നോളജിയുടെ മാറ്റമാണ്. ഔപചാരികമായി ഈ ജില്ലാ സോണൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.